ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അപ്പം നമ്മൾ ഇന്ന് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓഡിയോ ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളോട് ചോദിച്ചിരുന്നു നമ്മൾ മാരത്തോൺ സെക്ഷനായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്കത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അത് എഫക്റ്റീവ് ആണ്. ഒരാളെ പറഞ്ഞുള്ളെങ്കിലും അയാൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഒരു അരമണിക്കൂർ വരും. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്ത് വന്നാലും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ ഇതൊരു ഓഡിയോ ക്ലാസ് ആണെന്ന് മനസ്സിലായത് സ്കിപ്പ് അടിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൻ്റെ അകത്ത് ഉറപ്പ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ പഠിച്ചിരിക്കും. ഉറപ്പായിട്ട് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തതിന് ശേഷം നമുക്ക് അടുത്ത് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ നോക്കി ഇന്ന് സെക്കൻഡും തേർഡ് സ്റ്റേജിലെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, അത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നാമത്തെ, ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേര്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇത് കാറ്റഗറി 030 30/21 30/21 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ടൈമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തിട്ട് വന്ന് ഈ ക്ലാസ് കേൾക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? ഏത് ഭാഗത്താണ്? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ആൻസർ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണം. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രി വ്യത്യാസമാണുള്ളത്? 30. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഗംഗയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. മറ്റ് ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. അപ്പൊ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു താപ്തി, സിന്ധു, പെരിയാർ. താപ്തി, സിന്ധു, പെരിയാർ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ. മൂത്തോൻ സംവിധാനം ചെയ്തത് ആര്? മൂത്തോൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? ഗീതു മോഹൻദാസ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ്? ഉച്ചലിത വൃഷ്ടി. ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയാണ് ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ജീം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജീം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? മധ്യപ്രദേശ്. അപ്പം സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ചില്ലാറ്. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയാണ് ഉച്ചലിത വൃഷ്ടി.
ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. പിന്നെ എന്നാ നമ്മൾ പറഞ്ഞത്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? താപ്തി, സിന്ധു, പെരിയാർ. താപ്തി, സിന്ധു, പെരിയാർ. ഗംഗ ഉൾപ്പെടുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. 30. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര്? സിറ്റി ചൗക്ക് പുതിയ പേര് ഭാരത് മാത് ചൗക്ക്. ഭാരത് മാത് ചൗക്ക്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേരാണ് ഭാരത് മാത് ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേരെന്താണ്? ഭാരത് മാത് ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാലയാണ് ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തലോക പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ഏതാണ്? മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് മധ്യപ്രദേശ്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം? ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാള്. നീലം കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി? ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സ്ഥിരം അധ്യക്ഷനാണ് അദ്ദേഹം. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തുന്നതിന് മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നീലം കലാപം നടന്ന എവിടെയാണ്? ബംഗാള്. നീലം കലാപം ബംഗാള്. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തലോക പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാത് ചൗക്ക്. ഭാരത് മാത് ചൗക്ക്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ?
ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന്. അതേസമയം മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ആണെങ്കിലോ രാഷ്ട്രപതി. മാറിപ്പോകരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതി. അതേസമയം ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിന്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. 1858. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞൊരു വർഷം ഏതാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് 1858. 1858. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ എത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നീലം കലാപം നടന്നത് ബംഗാള്. നീലം കലാപം നടന്നത് ബംഗാള്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കും. അതേസമയം വനിതാ കമ്മീഷൻ അംഗങ്ങളെയാണെങ്കിൽ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കി. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്തിനെയാ? മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങൾ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനായിരുന്നു? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ 2 പോയിന്റാണ് ഇപ്പൊ പറഞ്ഞത്. ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നും അറിയപ്പെടുന്നു. എന്തിനെ? മൗലികാവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. 1858. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. ഇപ്പം നമ്മൾ പറഞ്ഞ എന്നാ? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്നും ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡാഷാണ്.
സമ്മതിദായക അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ്. അപ്പം നമുക്ക് ഇതൊന്നുമല്ല എന്നുള്ള ആൻസർ ആയിരുന്നു PSC നൽകിയിട്ടുണ്ടായിരുന്നത്. മൗലികാവകാശം, മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധമാക്കിയ കടമ, ഇതൊന്നുമല്ല. അത് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. സമ്മതിദായക അവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമോ മൗലിക സ്വാതന്ത്ര്യമോ നിയമം മൂലം നിർബന്ധിതമായ കടമയോ ഒന്നുമല്ല. ഇതൊന്നുമല്ല എന്നുള്ളതായിരുന്നു ആൻസർ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15. അനുച്ഛേദം 15 പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. അപ്പൊ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആർക്ക് മാത്രമേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുള്ളൂ? പാർലമെന്റ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യയുടെ ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ആരായിരുന്നു? എന്തിനെയായിരുന്നു അങ്ങനെ വിശേഷിപ്പിക്കുന്നേ? മൗലികാവകാശങ്ങൾ. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ അല്ല, രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം. വ്യവസായമാണ് കൈത്തറി. ഏതാണ്? കൈത്തറി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? വർഷമാണ് 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം, കൊല്ലം. ഏതൊക്കെയാണ്? തിരുമംഗലം, കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ്? 1697. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന എന്നാണ്? 1697. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഓക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കലാപം നടന്നതാണെങ്കിൽ 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. അപ്പൊ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം, കൊല്ലം. എന്താണ്? തിരുമംഗലം, കൊല്ലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം, കൊല്ലം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതായിരുന്നു? കൈത്തറി. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണ്?
പാർലമെന്റിന്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. ആരാണ്? കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെന്റിമീറ്റർ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണ്, പർവ്വത മണ്ണ്. ഇതായിരുന്നു ഓപ്ഷൻസ്. അതിൽ പർവ്വത മണ്ണാണ് ഏറ്റവും ജൈവസമ്പുഷ്ടമായ മണ്ണ്. പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. അക്കാമ ചെറിയാന്റെ ജനനം. അക്കാമ ചെറിയാൻ ജനിച്ചത് എവിടെയാണെന്നാണ് ചോദിച്ചത്. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. അക്കാമ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലായിരുന്നു സ്ഥിതി ചെയ്തത്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ നദിയിലാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം, കൊല്ലം. തിരുമംഗലം, കൊല്ലം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ആരാണ്? കേണൽ ലീഗർ. കേണൽ ലീഗർ. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെന്റിമീറ്റർ. വേനൽക്കാലത്തെ ശരാശരി മഴയാണ് 40 സെന്റിമീറ്റർ. അപ്പൊ ഏറ്റവും ജൈവസമ്പുഷ്ടമായ മണ്ണ് ഏതായിരുന്നു? തന്നിട്ടുള്ളതിൽ പർവ്വത മണ്ണ്. പർവ്വത മണ്ണ്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചെങ്കൽ മണ്ണൊക്കെ ആയിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ജൈവസമ്പുഷ്ടമായ മണ്ണാണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണ്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട്. അക്കാമ ചെറിയാന്റെ ജനനം കാഞ്ഞിരപ്പള്ളി. അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരായിരുന്നു? ഗാന്ധിജി. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, കൊച്ചി. പള്ളിവാസൽ പദ്ധതി എവിടെയായിരുന്നു? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 അഞ്ചുതെങ്ങ് കലാപം 1697 പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്. പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് തൃശൂർ. എവിടെയാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. എവിടെയാണ്? വെങ്ങാനൂർ. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്.
ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗം. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്തായിരുന്നു? ത്രികോണം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമി. മൂത്തോൻ സംവിധാനം ചെയ്ത ആരായിരുന്നു? ഗീതു മോഹൻദാസ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഏത് ഭാഗത്തായിരുന്നു? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30. മറന്നുപോകരുത്, 30. പിന്നെ നമ്മൾ പറഞ്ഞ എന്നാണ്? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നേ? ഉച്ചലിത വൃഷ്ടി. ഉച്ചലിത വൃഷ്ടി. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ജീം കോർബറ്റ് ദേശീയോദ്യാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? ഉത്തരാഖണ്ഡ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാത് ചൗക്ക്. ഭാരത് മാത് ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ്. ലോക ഭാഷകളെ പറ്റി കണക്കിൽ 3ാമത്തെ ഭാഷ ഏതായിരുന്നു ആൾക്കാർ സംസാരിക്കുന്നത്? ഹിന്ദി. ഏതാണ്? ഹിന്ദി. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നീലം കലാപം നടന്ന എവിടെയാണ്? ബംഗാൾ. നീലം കലാപം ബംഗാൾ. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. അതേസമയം വനിതാ കമ്മീഷനിലാണെങ്കിലോ കേന്ദ്ര സർക്കാരിന്. വനിതാ കമ്മീഷൻ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ന്യൂഡൽഹി. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. 1858. ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നും അറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. സമ്മതിദായക അവകാശം വിനിയോഗിക്കല് ഭരണഘടന അനുസരിച്ച് ഒരു മൗലികാവകാശമല്ല, മൗലിക സ്വാതന്ത്ര്യമല്ല, നിയമം മൂലം നിർബന്ധിതമായ കടമയും അല്ല. ഇത് 3 അല്ലെന്ന് ഓർത്തോണം. പിന്നെ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെന്റിമീറ്റർ. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെന്റിമീറ്റർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കേണൽ ലീഗർ. ആരാണ്? കേണൽ ലീഗർ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് തൃശ്ശൂര്. തൃശ്ശൂര്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂര്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത. ആന്റിജൻ ഇല്ലാത്ത O ഗ്രൂപ്പ്. O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് തുലനാവസ്ഥ സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളുണ്ട്? 4. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് പ്ലൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നതാണ് എക്സെൻട്രിക്. എന്താണ്? എക്സെൻട്രിക്.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലം. ഓർത്തോണം, ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നതും പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതും സെറിബെല്ലമാണ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദ്. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം കെ. ജീവകം കെ ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതുമായിട്ടുള്ള മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ എന്താണ്? എക്സെൻട്രിക്. എക്സെൻട്രിക്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട്? 4. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിന്റെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ജീവകം കെ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടീയം. തന്നിരിക്കുന്നത് ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഹീലിയം ഒക്കെ ആയിരുന്നു. അതിൽ ന്യൂക്ലിയസ് ഇല്ലാത്തത്, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തത്, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടീയത്തിനാണ്. പ്രോട്ടീയം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല പ്രോട്ടീയത്തിന്. പ്രോട്ടീയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2. എത്രയാണ്? 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. ജലത്തിന്റെ പ്രതലബലം കുറയും. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും? എത്ര സമയം വേണം? 8.2 8.2 മിനിറ്റ്. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയം വേണം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. സോപ്പ് ജലത്തിൽ ലയിച്ചാൽ ജലത്തിന്റെ പ്രതലബലം കുറയും. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത എന്തായിരുന്നു? അറ്റോമിക മാസിന്റെ ആരോഹണം. അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ 8.2 മിനിറ്റ് സമയം മതിയാകും. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. എന്താണ്? മീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് മിസ്സായെന്ന് കരുതുന്നില്ല. എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്തത് കാറ്റഗറി നമ്പർ 31/21. 31/21 2021 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നമുക്ക് 21 തീർത്തിട്ട് അടുത്ത 23 22 23 ഒക്കെ കടക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് നല്ല വ്യക്തമായിട്ട് കേൾക്കുക. ഒരു തവണ കേട്ടാൽ മതി. ഒരു തവണ കേട്ട് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് പറയുവാണ്, നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും നമ്മുടെ തലയിൽ അത് ഫീഡ് ചെയ്യും. അപ്പോൾ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ ഇത്ര ലെങ്ത് ഉള്ള വീഡിയോ അല്ലേ, അപ്പോൾ 2 തവണ കാണുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒറ്റ തവണ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ തന്നെ 1 മണിക്കൂർ ഒരു ലെങ്ത് കാണുമായിരിക്കും. അപ്പോൾ ആ 1 മണിക്കൂർ നിങ്ങൾ കണ്ടാൽ പക്കയായിട്ട് ഈ ക്ലാസ് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഏത് രേഖാംശ രേഖയാണ്? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം, അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 2 രീതിയിലും ചോദിക്കാം. 82.5 ഡിഗ്രി എന്നോ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം എന്നോ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി തന്നതിൽ മഹാനദിയാണ്. ഉണ്ടായിരുന്നത് നർമ്മദ, പെരിയാറ്, സിന്ധു. ഇതൊക്കെ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. നർമ്മദ, പെരിയാറ്, സിന്ധു ഇതൊക്കെ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നു. ഉൾപ്പെടാത്തത് തന്നിരുന്നത് മഹാനദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഏതാണ്? പൂർവഘട്ടം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഏത് മണ്ണാ? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഏത് ജീവിയാണ്? കടുവ. കടുവ. കോർബറ്റ് ദേശീയ പാർക്ക് കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതായിരുന്നു? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയായിരുന്നു മഹാനദി. ഉൾപ്പെടുന്ന നദികൾ ഏതൊക്കെയാ? നർമ്മദ, പെരിയാറ്, സിന്ധു. ഇന്ത്യൻ മാനക രേഖാംശം അല്ലെങ്കിൽ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? മറന്നു പോകരുത്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആരവല്ലി. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ്? കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം
തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൻസോ ഡി അൽബുക്കർക്ക്. അൽഫോൻസോ ഡി അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സെക്കൻഡ്. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏതാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽഫോൻസോ ഡി അൽബുക്കർക്ക്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പിയാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം 1917. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്ന ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്ന എന്താണ്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണ്. ബാക്കി ഓപ്ഷൻസ് എല്ലാം ഉൾപ്പെടുന്ന ഏതൊക്കെയാന്ന് നോക്കാം. ആശയ പ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. അതിൽ ഉൾപ്പെടാത്ത ഏതാണ്? സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാ? അയിത്ത നിർമാർജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19-ാം അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19-ാം അനുച്ഛേദം. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്താണെങ്കിൽ ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്? 1917. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതി. ഒരു റയർ ഫാക്റ്റ് അല്ലേ, ഒന്ന് ഓർത്ത് വെച്ചോണം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് രാഷ്ട്രപതിക്ക്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായക്. ജയന്തി പട്നായക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധിയാണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധിയാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായക് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാന് പ്രധാനമന്ത്രിയാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആരുടേതാണ്? രാഷ്ട്രപതി. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 19-ാം അനുച്ഛേദം. 19-ാം അനുച്ഛേദം. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് ആരെയാണ് പ്രഖ്യാപിച്ചത്? ജവഹർലാൽ നെഹ്റു. ആരെയാണ്? ജവഹർലാൽ നെഹ്റു. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതായിരുന്നു? ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയാണ് സംരക്ഷിക്കുന്നത്? കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ഏത് കാലഘട്ടത്തിലാ? അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായക്. ആരാണ്? ജയന്തി പട്നായക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പ്രധാനമന്ത്രി. അതുപോലെ സർദാർ പട്ടേൽ ഭവൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി, വയനാട്. ലക്കിടി, വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ കശുവണ്ടി, റബ്ബർ, കുരുമുളക്, കയറാണ്. അപ്പം നമുക്ക് അത് പഠിക്കേണ്ട. PSC അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ചിറാപ്പുഞ്ചി
ലക്കിടി വയനാട്. കേരളത്തിന്റെ തെക്കുവടക്ക് നീളം 560 കിലോമീറ്റർ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ്? മീൻവല്ലം തൂതപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറോക്ക്, പാലക്കാട്. ഏതാണ്? ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏതു പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. ദേശസേവികാ സംഘം അക്കാമ ചെറിയാൻ. ദേശസേവികാ സംഘം അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? ആരാണ്? വൈകുണ്ഠസ്വാമി. തുവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പറും. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പറും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമി. അഞ്ചുതെങ്ങുകോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലന്റെ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പറും. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമി. മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ പത്തനംതിട്ട. മണിയാർ പത്തനംതിട്ട. 966 ദേശീയപാത ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസ് AK ഗോപാലൻ. ആദ്യമായിട്ട് കർഷക സമരമൊക്കെ സംഘടിപ്പിച്ചത് അയ്യങ്കാളി. ദേശസേവികാ സംഘം അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയായിരുന്നു? 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിലെ ചിറാപ്പുഞ്ചി, ലക്കിടി, വയനാട്.
നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം, ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ മെമ്പർമാരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ദേശസേവികാ സംഘം അക്കാമ ചെറിയാൻ. അമൃതപാണി പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമി. തുവയൽ പന്തികൾ ആരുടെയാണ്? വൈകുണ്ഠസ്വാമി. സാരഞ്ജനി പരിണയം അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ MT വാസുദേവൻ നായർ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്നു സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? എവിടെ വെച്ചാ? കരളിൽ വെച്ച്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. എന്താണ് അനുയാത്ര? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തതായിരുന്നു നൈട്രജൻ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓക്സോൺ ഒക്കെ ഹരിതഗൃഹവാതകമാണ്. നൈട്രജൻ ഹരിതഗൃഹവാതകം അല്ല. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്വരമാണ് പ്ലൂറ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് 8. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റെല്ല. ക്യാരറ്റിൽ ധാരാളമായി കാണുന്ന ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയിട്ട് മാറുന്നത്? കരളിൽ വെച്ച്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ. നൈട്രജൻ അല്ല. ന്യൂക്ലിയസിൽ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്.
കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്? 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്നക രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ആരാണ്? ഐൻസ്റ്റീൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമായിരുന്നു? ബലം. ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ചത് ആരായിരുന്നു? ഐൻസ്റ്റീൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഓക്സിജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. ഇരുമ്പിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. സൂര്യന്റെ ഉപരിതല ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്ടൺ എന്നത് ബലത്തിന്റെ യൂണിറ്റാണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങളാണെന്ന് സമർത്ഥിച്ചത് ഐൻസ്റ്റീൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജനാണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. കോൾ ഗ്യാസിലാണെങ്കിൽ ഹൈഡ്രജൻ. ഇരുമ്പിന്റെ ധാതു ഹേമറ്റൈറ്റ്. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ഇലക്ട്രോൺ. അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസറും പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരുന്ന 10th പ്രിലിംസിന് ഉറപ്പായിട്ടും ഈ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ടൈം ഉണ്ടെങ്കിൽ ചെയ്തുകൂടെ നോക്കുവാണെങ്കിൽ ഒരിക്കലും മറന്നും പോകത്തില്ല. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ഇനിയും ഇതൊരു മാരത്തോൺ സെക്ഷൻ ആയിട്ടാണ് ചെയ്തത്. 1 മണിക്കൂറിൻ്റെ ലെങ്ത് വരും. 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അത്രയും ലെങ്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടാത്തത്. നമ്മൾ 28ാം തീയതിക്ക് മുന്നേ തന്നെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും പറയാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. താങ്ക്